LICയുടെ പെൻഷൻ സ്കീം എടുത്ത നിരവധി ആളുകൾ എന്നെ വിളിക്കാറുണ്ട്. ഇത് LIC പെൻഷൻ ടാക്സബിൾ ആണോ? അപ്പോൾ ഈ ഒരു സംശയത്തിലുള്ള മറുപടിയാണ് ഇന്നത്തെ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. എൻ്റെ പേര് ആൻ്റണി തോമസ്, ഞാൻ LIC ഏജൻ്റാണ്. അപ്പോൾ LICയിൽ പെൻഷൻ എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാ പെൻഷനും ടാക്സബിൾ ആണ്. LIC പെൻഷൻ ടാക്സബിൾ തന്നെയാണ്. പക്ഷെ LICയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് LIC TDS പിടിക്കാറില്ല. അതായത് നമ്മുടെ ആ എമൗണ്ടിൽ ടാക്സിൻ്റെ എമൗണ്ട് പിടിക്കാറില്ല. നമ്മൾ നേരെ ആ പെൻഷൻ എത്രയാണോ ആ എമൗണ്ട് അതേപോലെ ബാങ്കിലേക്ക് അയക്കുകയും ചെയ്യാം. അപ്പം നമ്മളിവിടെ ഒരിക്കൽ പോലും TDS പിടിക്കില്ല. ഇനി ടാക്സ് ഇല്ലാത്ത സ്കീം നമുക്കുണ്ട്, LICക്ക് ഉണ്ട്. അത് അതിനെ നമ്മൾ പെൻഷൻ എന്നല്ല നമ്മൾ പറയാം. LICയുടെ ജീവൻ ഉമങ്ക്, ജീവൻ ഉത്സവ് ഈ പറയുന്ന സ്കീമുകളൊന്നും തന്നെ ടാക്സബിൾ അല്ല. കാരണം അതിന് കിട്ടുന്ന പൈസ നമുക്ക് മരണം വരെ ഗ്യാരണ്ടി എമൗണ്ട് തന്നെ അവിടെയും തരണേ. പക്ഷെ അവിടെ നമ്മൾ പറയുന്ന എമൗണ്ട് നമ്മൾ പറയുന്നത് സർവൈവൽ ബെനിഫിറ്റ് എന്ന് പറയും. അതായത് മണി ബാക്ക് എമൗണ്ട് എന്നൊക്കെ പറയില്ലേ എന്ന് പറയുന്ന പോലത്തെ ഒരു പേരാണ് അതിന് കൊടുക്കുന്നത്. അപ്പം അതിനെ തന്നെ അത് ടാക്സബിൾ അല്ല. എന്നാൽ നമ്മൾ സാധാരണ സിംഗിൾ ഡെപ്പോസിറ്റ് ഇല്ലേ, ജീവൻ ശാന്തി, ജീവൻ അക്ഷയ് ഇതിലൊക്കെ ഇടുന്ന പൈസയ്ക്ക് അതിൻ്റെ കിട്ടുന്ന പെൻഷൻ ടാക്സബിൾ ആണ്. അപ്പോൾ എൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞ ആൻ്റണി തോമസ്, ഞാൻ LIC ഏജൻ്റാണ്, ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻ്റാണ്, മോട്ടോർ ഇൻഷുറൻസ് ഏജൻ്റാണ്. നിങ്ങൾക്ക് ഇൻഷുറൻസ് സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങളൊരു വോയിസ് ഇടുക. വോയിസ് ഇടുന്ന സമയത്ത് നിങ്ങൾ പേരും സ്ഥലവും നിങ്ങൾ വെക്കുക. എനിക്കറിയാവുന്ന പോലെ ഞാൻ മറുപടി നിങ്ങൾക്ക് തിരിച്ച് വോയിസ് ഇടും. അഥവാ ഇനി വിളിക്കേണ്ട അതുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ തിരിച്ച് വിളിക്കും. ഇനി നിങ്ങൾക്ക് LIC പോളിസിയോ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയൊക്കെ ചേരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യുന്നത് സ്റ്റാർ ഹെൽത്ത്, നാഷണൽ ഇൻഷുറൻസ്, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് ഈ 3 കമ്പനിയുടെയാണ് ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് LIC അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും വെച്ചിട്ട് ഒരു വോയിസ് ഇടുക. നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ സിംഗിൾ, ഫാമിലി ആണെങ്കിൽ ഫാമിലി, എല്ലാവരെയും ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് ഒരു വോയിസ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ ടൈപ്പ് ചെയ്ത് മെസ്സേജ് ഇട്ടാലും മതി, ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെ നിരവധി വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ്. അപ്പോൾ അത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് അതെല്ലാം കാണാവുന്നതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും